ഉള്ളവരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസം ഹോസ്പിറ്റലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 4-5 പേര് 200 രൂപ ചലഞ്ചിൽ പങ്കെടുത്തിട്ടുണ്ട്. അത്രത്തോളം വീഡിയോ റീച്ച് ആവുന്നില്ല. നിങ്ങളാർക്കെങ്കിലും കാണാൻ പറ്റുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടെ അമർത്തണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൂടെ ചെയ്തേക്കണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. ഇന്നും നമ്മൾ 200 രൂപ ചാലഞ്ചിലോട്ട് കിടക്കുകയാണ്. നിങ്ങൾ ഫ്രണ്ട്സിന്, ഫാമിലീസിന്, നാട്ടുകാർക്ക് എല്ലാവർക്കും അയച്ചിട്ട് 200 രൂപ ചാലഞ്ചിൽ പങ്കെടുക്കാൻ പറയണം. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന തുകയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതിൽ കൂടുതൽ പറ്റുന്നവരങ്ങനെ, അല്ലെങ്കിൽ കുറച്ച് പറ്റുന്നവരങ്ങനെ 200 രൂപയെങ്കിലും ചാലഞ്ചിൽ പങ്കെടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. 4-5 പേരാകുമ്പോൾ എത്ര രൂപയായി കാണുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമുക്കിനിയും വേണ്ടത് 1,60,000 അത്രയും കൂടെ കിട്ടിയാൽ നമ്മുടെ കയ്യിൽ. ഭയങ്കര വേദനയായിട്ടിരിക്കുകയാണ് കൂട്ടുകാരെ. വേദന കൊണ്ടിട്ട് സഹിക്കാൻ വയ്യ. അതുപോലെ തന്നെ ഇടത് കാലിലും വലത് കാലിനെക്കാട്ടി നീര് ഇരട്ടിയാണ്. അതുപോലെ വേദന ഒരു പ്രത്യേക ഭാഗത്ത്, കാലിൻ്റെ ഭാഗത്ത് വേദനയുണ്ട്. അതിന് വ്യാഴാഴ്ച പോയാലേ അറിയാവൂ. കാണിക്കാനായിട്ട് പോകണം ഹോസ്പിറ്റലിൽ. അന്നേരം അറിയാവൂ എന്താണെന്നുള്ളത്. ഷുഗർ എല്ലിനെ ബാധിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അങ്ങനത്തെ ഒരു വേദനയാണ്. നിൽക്കാനൊന്നും പറ്റത്തില്ല. പിടിച്ച് നിർത്തിയാൽ മാത്രമേ നിൽക്കാൻ പറ്റൂ, അല്ലാതെ നിൽക്കാൻ കഴിയുന്നില്ല. കാലങ്ങ് കൊഴിഞ്ഞു പോവുക. എനിക്ക് ബലം കൊടുക്കാനൊന്നും പറ്റില്ല. അത്രത്തോളം വേദനയാണ്. ഓരോ ഭാഗത്തിൻ്റെയും വേദന കൊണ്ടിട്ട് സഹിക്കാൻ മേല. അങ്ങനത്തെ ഒരു വേദനയിലാണ്. ഇന്നലെ രാത്രിയും ഒരുപാട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോഴെല്ലാം എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ടും ദൈവത്തിൻ്റെ കരുണ കൊണ്ടും ഞാനിന്നും കണ്ണു തുറന്ന് എഴുന്നേൽക്കാൻ ദൈവം സഹായിച്ചു. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്ത് മാക്സിമം സഹായിക്കാൻ പറയുക. എല്ലാവരും ഞാനിതിൽ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. എല്ലാവരും അതിലോട്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളൊന്ന് ചേർത്ത് പിടിക്കുക. സഹായിക്കാന്ന് വെച്ചാൽ എനിക്കിപ്പോഴും വേദനിച്ചിട്ട് പറ്റുന്നില്ല. ആ ഒരു ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ആരും ഷുഗർ നിസ്സാരമായി കാണരുത്. വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. നമുക്ക് പറയാത്തതും അനുഭവിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഓരോ വ്യക്തികളിലും പല പല തരത്തിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആരും ഒരിക്കലും അതിനെ നിസ്സാരമായി കാണരുത്. ഏത് ടൈപ്പായിരുന്നാലും അതിനെ നിസ്സാരമായി കാണരുത്. എല്ലാവരും കെയർ ചെയ്യണം. എല്ലാവരും അതിനെപ്പറ്റി അവെയറായിരിക്കുകയും വേണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിലൊന്ന് കമൻറ്റ് ചെയ്ത് പോകണം. ഇത് മാക്സിമം